സുധീഷാണ് ഈ വീഞ്ഞ് വെള്ളമാക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം വീഞ്ഞാക്കുമായിരുന്നല്ലേ ചെയ്തത്. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇവിടെ വീഞ്ഞാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് സംഭവം വെറുതെ വെള്ളമാക്കി കളഞ്ഞു. അപ്പൊ സുധീഷ് എന്തായിരുന്നു, എന്ത് മാജിക് ആണ് കാണിച്ചത്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഒരു സ്കിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ജാലവിദ്യ ഇവിടെ അവതരിപ്പിച്ചെങ്കിലും ഇത് ഒറിജിനൽ മദ്യം തന്നെയാണ്. ഒറിജിനൽ മദ്യമാണോ? അതെ. ഇത് ഈ ബീവറേജിൽ പോയി ക്യൂ നിന്ന് മേടിച്ചാണ്? ഞാനല്ല വാങ്ങിച്ചത്, ഈ സ്കിറ്റിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഓക്കെ, ആരായാലും മേടിച്ചു. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു വലിയ വിപത്താണ് ഈ മദ്യപാനവും മയക്കുമരുന്നും. തീർച്ചയായും ഈ വിഷവസ്തുക്കളുടെ ഉപയോഗം വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ടാണ് ഈ ജാലവിദ്യ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ പുതിയൊരു മാജിക് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഒറിജിനൽ മദ്യമാണോ എന്നൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഉല്ലാസേട്ടൻ്റെ ഒന്ന് കൊണ്ടു കൊടുക്കുകയാണ്. അതെന്താ ഉല്ലാസേട്ടൻ? ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിന്നിട്ട് ഉല്ലാസേട്ടൻ്റെ കയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പരിശോധിക്കാൻ ആണുങ്ങളാണ് ബെസ്റ്റ്. അല്ല, ഇതിന്റെ മണം എതിരെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിടിക്കാൻ പെണ്ണുങ്ങളാണ് ബെസ്റ്റ്. അല്ലേ? സംശയം ഉണ്ടോ? ചോദിച്ചു നോക്കണോ? പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഈ മദ്യത്തിന്റെ ഒറിജിനൽ മണം എനിക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ അവൻ അവിടെ നിന്ന് ഉല്ലാസിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കാന്നും പറഞ്ഞു. എന്തായാലും ഇത് കുന്തത്തിന്റെ മണമെന്ന് നോക്കട്ടെ ആദ്യമായിട്ടൊന്ന്. ഓ, എന്തൊരു വൃത്തിയായിട്ട മണം! ഇതൊക്കെ എങ്ങനെ മനുഷ്യർ കുടിക്കുന്നു? നിനക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് പറയൂ. ഒരു ചീഞ്ഞ മണം. ചീഞ്ഞ മണോ? മദ്യവട സ്പിരിറ്റ് പുള്ളിക്ക് പിടികിട്ടി. പുള്ളി ഞാൻ മണത്ത് നോക്കട്ടെ. തന്നേ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി കൂടെ കൊടുക്കുകയാണ്. ഒരു വൃത്തിയായിട്ട മണം. അപ്പൊ ഇനി ഈ മദ്യത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, അതിപ്പോ എന്തായി? വെള്ളം കുറച്ച് നമുക്ക് സൈഡിലേക്ക് മാറി. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഇത്രയും തൊട്ടടുത്ത് നിന്ന് ഇത്ര ഇങ്ങനെ മാജിക് കണ്ടിട്ടില്ല. നമ്മൾ അവിടെ ദൂരെ ഇരുന്ന് അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് വിചാരിക്കും, നമുക്കറിയാം ഇതിപ്പം എല്ലാവർക്കും അറിയാം ഇത് എന്താണ് അതിമാനുഷിക ശക്തിയൊന്നുമല്ല, ഇതിനകത്തൊരു കൺകെട്ടുണ്ട്, ഇതിനകത്തൊരു ട്രിക്ക് ഉണ്ടെന്നുള്ളത് അറിയാം. പക്ഷെ ആ ട്രിക്ക് സാധാരണക്കാരായ നമുക്ക് അറിയാത്തിടത്തോളം കാലം
നമുക്കിതൊരു കൗതുകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൈയടക്കത്തോടെ അത് ചെയ്യുന്ന ആളുകളോട് നമുക്ക് തീർച്ചയായിട്ടും ബഹുമാനമാണ്, സന്തോഷമാണ്. അപ്പൊ സുധീഷ്, വെരി ഗുഡ് ജോബ്. ഒരുപാട് വലിയ വലിയ വേദികൾ കിട്ടട്ടെ, അറിയപ്പെടുന്ന ഒരാളാവട്ടെ. സുധീഷ്, താങ്ക് യു സോ മച്ച്.